നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. എന്നൊരു വ്യത്യാസം ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എല്ലാം വരും, എല്ലാം നോക്കും ഞാൻ. വലിയ ഡീറ്റെയിൽ ആയിട്ടല്ല, സിമ്പിളായിട്ട് നമ്മൾ ഗൈഡൻസ് എടുക്കുന്ന രീതിയിൽ. ഓക്കെ, റിലേഷൻഷിപ്പിനുള്ള ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്താണ് അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചെക്കിങ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പം എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. ഓക്കെ, ഓക്കെ, പേഴ്സന്റെ ഫീലിങ്സ് എന്ന രീതിയിലായിരുന്നു ഞാൻ ചോദിച്ചത്. ഓക്കെ, ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടൊരു ബന്ധം എന്ന രീതിയിലെടുക്കാം. ഓക്കെ, കാരണം ഇവിടെ രണ്ട് വ്യക്തികളെ കാണുന്നുണ്ട് എനിക്ക്. അത് പേഴ്സൺ തന്നെ രണ്ട് റോൾ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഒന്ന്, നിങ്ങളോടുള്ള സ്നേഹം ഒരു ഭാഗത്ത്, ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരു ഭാഗത്ത് അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, പക്ഷെ വേറൊരു ഭാഗത്ത് അവരുടെ ലൈഫിൽ വേറെ വ്യക്തി ഉണ്ട് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അതും കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരേജ് എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ പാരൻസിൻ്റെ എതിർപ്പായിരിക്കാം, പാരൻസ് സമ്മതിക്കില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റിന് ചിലപ്പോൾ പാരൻസ് സമ്മതിക്കില്ല എന്ന രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും അവർ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ആയിട്ടുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ശേഷമായിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് വേറൊരു മാരേജിന് വേണ്ടി ഇവർ നിർബന്ധിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ഇവിടെ ഇപ്പോൾ അവരിയ്ക്കുന്നത് ഒരു ഫീലിംഗ് ഓഫ് ലോസ് എന്ന് പറയാം. ഓക്കെ, അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു നഷ്ടബോധമുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഒരുപാട് ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ആ ഫീലിങ്സ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്, അതായത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. കിങ് ആവണമെന്നില്ല, ക്വീൻ ആയാലും പ്ലീസ് നിങ്ങൾ മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ കിങ് ആയാലും ക്വീൻ ആയാലും നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. അതൊരു ഭാഗത്ത് അവരുടെ മനസ്സിൽ ഒരുപാട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ അവർക്കുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്നുള്ള അതോ നഷ്ടപ്പെടും എന്നുള്ള പേടിയായിരിക്കാം, സങ്കടമായിരിക്കാം, ഒരു വിഷമം. അവർ ആ ഒരു ലോസിൻ്റെ ഫീലിങ്ങിൽ അവരിയ്ക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ എന്നും പറയാം. ഓക്കെ, ബട്ട് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കാര്യത്തിലാണ് ഇവിടെ തടസ്സം വരുന്നത്. കമ്മിറ്റ്മെൻറ്റ് കാര്യത്തിൽ ഇവർ കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഫീലിങ്സ് ആണ് അല്ലേ. കിങ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പ്രാക്ടിക്കലായിട്ട് മാരേജിൻ്റെ ഒരു ശരിക്കും കമ്മിറ്റഡ് ആയിട്ട് വരിക, മാരേജ് ചെയ്യുക, ആ രീതിക്ക് കിങ് ആയാലും ക്വീൻ ആയാലും പ്ലീസ് അങ്ങനെ എടുക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവിടെ തടസ്സമുണ്ട്. ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഹൈ പ്രീസ്റ്റസും ഹൈറോഫൻറ്റും രണ്ടും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷനും ആയിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള വളരെ സ്ട്രോങ് ബോണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, അവരും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്നുണ്ടാവില്ല, പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടാവില്ല, ബട്ട് അവരുടെ മനസ്സിലും ആ സ്ട്രോങ് ആയിട്ട് ആ ബോണ്ട് അവരുടെ മനസ്സിലുണ്ട്. ആൻഡ് ഹൈറോഫൻറ്റും ഇതും പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഹിഡൻ റിലേഷൻഷിപ്പ് ആയിരിക്കും, സീക്രട്ട് റിലേഷൻഷിപ്പ് ആണ് എന്നും പറയാം. ഓക്കെ, സീക്രട്ടായിട്ട് ചിലവർ നിങ്ങൾ ഓൾറെഡി സീക്രട്ടായിട്ട് മേ ബി നിങ്ങളുടെ അടുത്ത് മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാരീഡ് പോലെ ആയിരിക്കാം, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഓൾറെഡി അങ്ങനൊരു നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാം. ബട്ട് ഇവിടെ ഐ തിങ്ക് ചില ഡിഫറൻസസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങളുടെ റിലീജിയൻ വേറെ വേറെ ആയിരിക്കാം, പാരൻസ് സമ്മതിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഒരു ഹിഡൻ, മെയിൻലി എനിക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ തമ്മിലൊരു ഹിഡൻ സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ്. അതാണ് ഏറ്റവും മെയിൻ കാര്യം ഇവിടെ. ഓക്കെ, വേറെ ആർക്കും അറിയില്ല നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഡൗട്ടൊന്നും വേണ്ട. കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു തടസ്സം ഇവിടെ. നോക്കാം നമുക്ക് ഇനി സിറ്റുവേഷനെ കുറിച്ച് വേറെ എന്താ പറയുന്ന യൂണിവേഴ്സ്. ഗൈഡൻസ്, ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, വാവ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണിപ്പോൾ. ഓക്കെ, അവർ രണ്ട് സിറ്റുവേഷൻ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നാമത് രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ കരിയറിൻ്റെ ഇവിടെ അധികം വന്നിട്ടില്ല. ഓക്കെ, മേ ബി ഓക്കെ കരിയർ, ഓക്കെ കരിയറും ആവാം. ഓക്കെ, കരിയർ കുറച്ച് പേർക്ക് കരിയർ ആയിരിക്കാം തടസ്സം. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റേബിൾ ആയിട്ട് നല്ലൊരു കരിയർ എനിക്ക് ഉണ്ടായിട്ട് മേ ബി നിങ്ങൾക്കൊരു ഓഫർ തരാം എന്ന് വിചാരിക്കുന്നുണ്ടാവാം, നിങ്ങളെ മാരേജ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അവർ ലൈക്ക് ഒരുപാട് ജോലി അങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നുണ്ടാവും. രണ്ടും ഉണ്ടാവും. ഓക്കെ, ഒന്ന് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്, ഒന്ന് ജോലി, കരിയർ, അല്ലെങ്കിൽ ഫാമിലി, മറ്റേ ഭാഗത്ത് തേർഡ് പാർട്ടി എന്തുമാവാം. ഓക്കെ, ഇവിടെ
ജനറലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് വലിയ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സോ തേർഡ് പാർട്ടി എന്ന രീതിയിൽ ഇവിടെ എന്തും ആവാം, എന്ത് കാര്യവും ആവാം. ഫാമിലി ആവാം, റിലീജിയൻ ആവാം, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന എന്തും ആവാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളുടെ ഗൈഡൻസ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ. ഒന്നാമത് നിങ്ങൾ യൂണിവേഴ്സിന് മേലെ ട്രസ്റ്റ് വയ്ക്കുക. ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ന്യായം ചെയ്യും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പേഴ്സൺ ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ന്യായം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് വോൺസ് ആൻഡ് 4 ഓഫ് വോൺസ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഇതും പറയാം. ഇതിൽ നമ്മൾ പറയും ഒരു ചോയ്സ് എടുക്കുന്ന കാര്യം എന്ന രീതിയിലാണ് പറയാം. ഓക്കെ, അപ്പോൾ പേഴ്സൺ അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിയിലാണ്. ഓക്കെ, ഇവിടെ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കുമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ടുണ്ടാവും. ഓക്കെ, ആ സ്റ്റെബിലിറ്റി ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം. ഓക്കെ, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ടൈം തരിക, നിങ്ങൾക്ക് വേണ്ട ടൈം തരിക, നിങ്ങളുടെ കൂടെ ലൈക്ക് സ്നേഹത്തോടെ ഇരിക്കുക, കമ്മിറ്റഡ് ആയിട്ടിരിക്കുക, ആ രീതിയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, ഇത് യൂണിവേഴ്സ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യും. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, അവർക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ ഇവിടെ ഇപ്പോൾ അവർ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, ബ്രേക്ക് ആയിരിക്കാം, അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന രീതിയിൽ പറയാം. ബട്ട് ഇവിടെ പേഴ്സൺ തീരുമാനമെടുത്ത് നിങ്ങളുടെ ടുവേർഡ്സ് വരും എന്ന് തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം, ഏസ് ഓഫ് വോൺസ് പറയുമ്പോൾ നമ്മൾ പുതിയ ലൈഫ് എന്ന രീതിക്ക് പറയും. സാധിക്കുന്നവർക്ക് മാരേജ് പോസിബിൾ ആണ്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും എന്ന രീതിക്കാണ് പറയുന്ന ഗൈഡൻസ്. വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി. 7 of Wands. യെസ്, ഓക്കെ. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫാമിലി എതിർപ്പാണെങ്കിൽ ഫാമിലിയുടെ എതിർപ്പ് വകവയ്ക്കാതെ വരുന്ന ഒരു തരത്തിൽ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പാരൻസ് ആരെങ്കിലും തടസ്സമൊക്കെ ആണെങ്കിൽ അവരെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും നിങ്ങളുടെ വ്യക്തി. ഓക്കെ, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ ലൈക്ക് അവർ പാരൻസിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും അവർ അതായത് പാരൻസ് എതിർത്താലും ഓക്കെ അവർ സ്ട്രോങ് ആയി നിന്ന് നിങ്ങളുടെ ടുവേർഡ്സ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മാരേജ് കമ്മിറ്റ്മെൻറ്റ് വരെ വരാം. ഇതും ഉണ്ടായിരുന്നു. ഓക്കെ ശരി. എന്തായാലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻ ആണ്, വേറെ തേർഡ് പാർട്ടിയാണ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് പറഞ്ഞാൽ നമ്മൾ വളരെയധികം കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തി എന്ന രീതിക്ക്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ടായിരുന്നു, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു കപ്പിൾ എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ഓക്കെ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക്, മെച്ചുവേർഡ് ലെവലിലേക്ക് വരും എന്ന് പറയാം. കമ്മിറ്റ്മെന്റ് എന്ന ലെവലിലേക്ക് വരും എന്ന് പറയാം. സാധിക്കുന്നവർക്ക് മാരേജ് ഓക്കെ, എല്ലാവർക്കും എല്ലാം ഓക്കെ മനസ്സിലാക്കണം. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് നടക്കും. ഓക്കെ, ഇവിടെ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് അവർ വളരെയധികം കമ്മിറ്റഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്ത് എക്സ്ട്രാ അവരുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മേലെ, എല്ലാത്തിൻ്റെയും മേലെ അവർ പ്രയോറിറ്റി തരുന്നത് ശരിക്കും മനസ്സിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആണ് അവർ. ആൻഡ് ഇവിടെ അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പ്രശ്നം മുഴുവൻ. അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല, മനസ്സിലെ കാര്യങ്ങൾ പറയുന്നില്ല. ഓക്കെ, ഇത്രയും കാലം അവർ ഇതിൽ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇനി അവർ എഫേർട്ട് ഇടും എന്ന് പറയാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് ശരിയാക്കാൻ വേണ്ടി അവർ എഫേർട്ട് ഇടാൻ തയ്യാറാകും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് എല്ലാം പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സോ വളരെ നല്ല കാർഡാണ്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി നമുക്ക് ആരെങ്കിലും എതിർത്ത് നിൽക്കുന്ന ആരും ആവാം. ഓക്കെ, ആരോ ആയിക്കോട്ടെ, ലൈക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ, കരിയർ ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, ഫാമിലി ആയാലും ശരി, മാരീഡ് ആയാലും ശരി. ഓക്കെ, ആ തരത്തിൽ ഒരു സോർട്സ് എനർജി ഇവിടെ ഉണ്ട്. അതായത് നിങ്ങളുടെ തടസ്സം അതാണ്. പക്ഷെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇത് മുഴുവൻ എത്രയും കാർഡ്സ് ഈ പെൻറ്റിക്കിൾസ് എന്താന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി, ട്രസ്റ്റ് ചെയ്യാൻ, ആക്ച്വലി ഇവിടെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളോടുള്ള ഇമോഷൻസ് അവർ അടുത്ത ലെവലിലേക്ക് അറ്റ്ലീസ്റ്റ് അവർ മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ന്യായമായത് ചെയ്യണം എന്ന രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവും. ഓക്കെ, വേറൊരു കാര്യം ഞാൻ തോന്നിയത്, ഞാനിവിടെ നിങ്ങൾക്ക് അഡ്വൈസ് പറഞ്ഞ സ്ഥിതിക്ക് ലെറ്റ് മീ ജസ്റ്റ് സേ, നിങ്ങൾ ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ ഇത് രണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫ് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കുക. അതായത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയായി പോകരുത്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം, നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ആ രീതിക്ക് നിങ്ങൾ കൂടി ഒന്ന് മെച്ചുവേർഡ് ആവാം. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ മറ്റേ പേഴ്സൻ്റെ മേലെ അതൊരു ബേർഡൻ ആവില്ല ഒരിക്കലും.
ഓക്കെ. അപ്പം നിങ്ങൾ ഒന്നിക്കുന്നു, അങ്ങനെ ഒരു സമയം വന്നാൽ ആ വ്യക്തിക്ക് അവരില്ലെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്ന് കണ്ടാലാണ് അവർക്ക് ധൈര്യം വരിക. ഓക്കെ. അപ്പം നിങ്ങൾ കൂടി ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് നിങ്ങൾ വരാം. അതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടും. പണത്തിൻ്റെ കാര്യത്തിനെന്നല്ല പറയുന്നത് ഞാൻ കേട്ടോ, ഇമോഷണലി സ്ട്രോങ് അങ്ങനെ എടുക്കാം. യു മേക്ക് മീ ഫീൽ ലൈക്ക് എ കിഡ് അഗെയിൻ. യു ഇൻസ്പയർ മീ സോ മച്ച്. യു ആർ മൈ മ്യൂസ്. ഐ കാൺട്ട് ഹെൽപ്പ്. ഓക്കെ, കുറച്ചായിട്ട് പറയാം അല്ലേ. യെസ്, ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇവിടെ യു മേക്ക് മീ ഫീൽ ലൈക്ക് എ കിഡ് അഗെയിൻ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നു, വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു കുട്ടിയെ പോലെ അവർ വീണ്ടും ആ ഒരു ചെറുപ്പകാലം അവർ ആ രീതിക്ക് നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ അവർ ഓർക്കുന്നു എന്നാണ്. ആ ഒരു അത്രയും അവർ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ തൊട്ടേ അറിയാമായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കൂടെ അവർ വളരെ ഹാപ്പി ആയിട്ട് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യു ഇൻസ്പയർ മീ സോ മച്ച്. യു മൈ മ്യൂസ്. യെസ്, നിങ്ങളെ കണ്ടിട്ടാണ് അവർ ഇൻസ്പയർ ആവുന്നത്. ഓക്കെ, നിങ്ങൾ മേ ബി ഓൾറെഡി നിങ്ങളായിരിക്കും ചിലപ്പോൾ കരിയറിലൊക്കെ മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ ലൈഫ് വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അത് കണ്ടിട്ട് അവർ ഇൻസ്പയർ ആവുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ, അവർക്ക് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ലൈഫിൽ ബെറ്റർ ആവണം അവർ എന്ന രീതിക്ക് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഐ കാൺട്ട് ഹെൽപ്പ് മെൻഷനിങ് യു ടു മൈ ക്ലോസ് ഫ്രണ്ട്സ് ഓർ ഫാമിലി മെമ്പേഴ്സ്. അവർ നിങ്ങളെക്കുറിച്ച് ഫാമിലി മെമ്പേഴ്സിനോടും ക്ലോസ് ഫ്രണ്ട്സിനോടും ഒക്കെ പറയാറുണ്ട് എന്നാണ് പറയുന്നത്. ഐ എം വർക്കിംഗ് ഹാർഡ് ഓൺ മൈ ഫൈനാൻസസ് ഫോർ യു, ഫോർ അസ്, ഫോർ അവർ ഫ്യൂച്ചർ. എന്താ പറയുക, അവർ കുറച്ചുകൂടി അവരെ ഫൈനാൻസസ് ഒക്കെ ഒന്ന് ശരിയാക്കി നല്ലൊരു സ്റ്റേബിൾ ഒരു പേഴ്സണായിട്ട് നിങ്ങളുമായിട്ടൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഫ്യൂച്ചർ അപ്പം നല്ലതായിരിക്കണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള മേ ബി അവരേൽ ഇപ്പോൾ പോരാ എന്നവർക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, വേറെ മെസ്സേജ് എന്താണ്? ഐ ആം ഇൻ ലവ് വിത്ത് യു. അവർക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്നാണ് പറയുന്നത്. ഐ ആം ഇൻ ലവ് വിത്ത് യു. കണ്ടോളൂ. ഓക്കെ, യു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ എന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ അഗെയിൻ സെയിം തിങ് ആണ് ഇവിടെ അല്ലേ. നിങ്ങൾ അവരെ വളരെയധികം ഇൻസ്പയർ ചെയ്ത് അവരെ ബെസ്റ്റ് വേർഷൻ ആവാൻ നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഫൈൻഡ് യുവർ ഇന്നർ വിസ്ഡം റിയലി അട്രാക്റ്റീവ്. ആക്ച്വലി നമ്മൾ നേരത്തെ ഹൈ പ്രീസ്റ്റസ് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിക്ക് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ അവർ ഒരുപാട് അട്രാക്ഷനും ഫീൽ ചെയ്യുന്നു. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ട് എന്ന് അവർക്ക് തോന്നും. ഓക്കെ, ആ നോളജ് അതൊക്കെ നിങ്ങളുടെ ഐ തിങ്ക് ഓൾറെഡി നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അത് അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ഇന്നർ നോളജ് ഉണ്ട് എന്നാണ്, ഒരു മെച്യൂരിറ്റി അല്ലേ. വെനെവർ ഐ സീ ഫ്ലവേഴ്സ് ഐ തിങ്ക് ഓഫ് യു. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്ലവേഴ്സ് ഇഷ്ടമായിരിക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്ലവേഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണാം, ഗാർഡനിൽ പോയി കാണാം. സോ അപ്പോൾ അവർ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് മെസ്സേജ് കൂടി എടുക്കാം അല്ലേ, 2-3 കൂടി. ഐ ഡേ ഡ്രീം ഓഫ് അവർ ഫ്യൂച്ചർ ടുഗെദർ. 7 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. എന്ന് വെച്ചാൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. പകൽ സ്വപ്നങ്ങൾ. ഓക്കെ, ഐ എം എ ബെറ്റർ പേഴ്സൺ ബിക്കോസ് ഓഫ് യു. ഐ ഫീൽ മോർ ഒബ്സ്റ്റിക്കിൾ. ഇത് ഒരുപാട് 3 തവണയായി ഒരേ മെസ്സേജ് വരുന്നു. നിങ്ങൾ പേഴ്സണിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ ഡൗൺ ആയി പോകുമ്പോഴും അവരെ ലൈഫിൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് അവർ കൂടെ നിൽക്കുന്നുണ്ട്. അത് അവർക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, അവർക്ക് അതിന് ലൈക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദിയുണ്ട് എന്ന് പറഞ്ഞത് താങ്ക് യു ഫോർ ബീയിങ് സോ പേഷ്യൻറ്റ് വിത്ത് മീ. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ അവരോട് കാണിക്കുന്ന ക്ഷമ. ഓക്കെ, നിങ്ങൾ അവരോട് ക്ഷമയോടെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അവരെത്ര നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അവരോട് ക്ഷമയോടെ നിൽക്കുന്നുണ്ടാവും. അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ നിങ്ങളോട് താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ഇതൊക്കെയാണ് മെസ്സേജസ്. ഈവൻ ദോ വി ആർ സോ ഡിഫറെൻറ്റ് ഐ ഫീൽ സോ കണക്റ്റഡ് ടു യു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നാലും നിങ്ങളോട് ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ടൊരു മെസ്സേജാണ് ഇന്ന് യൂണിവേഴ്സ് തന്നത്. നമുക്ക് നന്ദി പറയാം അല്ലേ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക. ഓക്കെ, നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.